കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മറ്റൊരു വിഷയവുമായി നിങ്ങളെ അഭിമുഖീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സാധുവായ എനിക്ക് നൽകിയ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം പരിശുദ്ധാത്മാ അഭിഷേകവും അന്യഭാഷാ ഭാഷണവും എന്നുള്ളതാണ്. ആ വിഷയത്തിൻ്റെ ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ നിങ്ങളിൽ പലരുടെയും മനസ്സിൽ ഒരു ചിന്ത ഉടലെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ വിഷയങ്ങൾ രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച ഒരാള് ഉറപ്പായും അന്യഭാഷ സംസാരിക്കും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് അല്പമായിട്ട് ഒന്ന് പഠിക്കാനായിട്ട് പോകുകയാണ്. നമുക്ക് ആത്മാഭിഷേകത്തെക്കുറിച്ച് പറയുന്ന 3 വേദഭാഗങ്ങളാണ് ബൈബിളിലുള്ളത്. ആ വേദഭാഗങ്ങൾ ആദ്യമായിട്ടൊന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഇതാണ് അഭിഷേകത്തെക്കുറിച്ച് പറയുന്ന 1-ാമത്തെ വാക്യം. ഇനി 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യവും 27-ാം വാക്യവും. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 20-27. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. 27-ാം വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. ഈ 3 സ്ഥലത്ത് മാത്രമേ അഭിഷേകം എന്ന വാക്ക് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അത് ശരിയാണ്, അത് കർത്താവിൻ്റെ അഭിഷേകം, നമ്മുടെ അഭിഷേകമല്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അഭിഷേകത്തെക്കുറിച്ച് 3 സ്ഥലത്ത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു വാക്ക് പ്രാരംഭമായിട്ട് ഓർപ്പിക്കട്ടെ. എന്താണ് അഭിഷേകം? പഴയ നിയമത്തിലേക്ക് നാം പോയാൽ അവിടെ അഭിഷേകം ചെയ്ത വ്യക്തികളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രധാനമായും 3 ഓഫീസുകൾക്ക് വേണ്ടിയാണ് അഭിഷേകം നടന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1-ാമത് പുരോഹിതൻ, 2-ാമത് പ്രവാചകൻ, 3-ാമത് രാജാവ്. പുരോഹിതന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, അഹരോനും അഹരോന്റെ പുത്രന്മാരും ഒക്കെ അഭിഷേകം പ്രാപിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. പുരോഹിത അഭിഷേകം അല്ലെങ്കിൽ പൗരോഹിത്യ അഭിഷേകം. അതുപോലെ പ്രവാചക അഭിഷേകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, എലീശ പ്രവാചകൻ തന്റെ പിൻഗാമിയായി ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ട എലീശയെ എന്ത് ചെയ്തു? പ്രവാചകനായ ഏലിയാവ് എലീശയെ പ്രവാചക ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഏലിയാവ് തന്നെ യേഹു എന്ന് പറയുന്ന രാജാവിനെ അഭിഷേകം ചെയ്യുന്നു. ശൗൽ എന്ന രാജാവിനെയും ദാവീദ് എന്ന രാജാവിനെയും അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെ 3 ഓഫീസുകളാണ് അഭിഷേകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വേലയ്ക്കായിട്ട് ഒരാളെ നിയോഗിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പം നമ്മുടെ കാര്യം എടുക്കാം. നമ്മെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തതും ഇതുപോലെ തന്നെയാണ്. നാം പ്രവാചകന്മാരാണ്. പുതിയ നിയമ വിശ്വാസികൾ പുരോഹിതന്മാരാണ്. പുതിയ നിയമ വിശ്വാസികൾ രാജാക്കന്മാരാണ്. രാജകീയ പുരോഹിത വർഗം എന്നാണല്ലോ 1 തിമോത്തിയോസ് 2:9 അതുപോലെ വെളിപ്പാട് 1:6, വെളിപ്പാട് 5:9 ഈ വാക്യങ്ങളിലൊക്കെ നാം കാണുന്നത് നാം രാജാക്കന്മാരും പുരോഹിതന്മാരും.
കിങ്സ് ആൻഡ് പ്രീസ്റ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ അങ്ങനെ നാം ഓർക്കണം, നാം രാജാക്കന്മാരാണ്, നാം പുരോഹിതന്മാരാണ്, നാം പ്രവാചകന്മാരാണ്. രാജാക്കന്മാരുടെ ജോലി എന്താ? രാജാക്കന്മാരുടെ ജോലി വാഴുക. നമ്മെ ദൈവം വാഴാനായിട്ട് ആക്കിയിരിക്കും. ഒരു പ്രവാചകന്റെ ജോലി എന്താ? പ്രവാചകന്റെ ജോലി ദൈവത്തിന്റെ അരുളപ്പാടുകളെ പ്രസ്താവിക്കാം. നമ്മെ ദൈവം ആക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകളെ പ്രസ്താവിക്കാനും വിശേഷാൽ പ്രസംഗിക്കാനുമാണ്. അതുപോലെ മൂന്നാമത് പുരോഹിതൻ. പുരോഹിതന്റെ ജോലി എന്താ? ദൈവത്തിന് ആരാധന അർപ്പിക്കുക. നാം ദൈവത്തിന് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന അർപ്പിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. ഇനി ഞാൻ പറയാനായിട്ട് വന്നത്, അങ്ങനെ അഭിഷേകം പ്രാപിച്ച നമ്മൾ അന്യഭാഷ പറയും എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ടോ? അത് നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അഭിഷേകം പ്രാപിച്ച നമ്മൾ അന്യഭാഷ പറയുമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? വേദപുസ്തകത്തിൽ അന്യഭാഷ പറഞ്ഞു എന്ന് പറയുന്ന 3 സ്ഥലങ്ങൾ, ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 2 അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം, 3 അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഖണ്ഡിക. ഇങ്ങനെ ഈ 3 സ്ഥലത്താണ് അന്യഭാഷ പറഞ്ഞു എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ആ 3 സ്ഥലത്തും ആത്മാവ് വന്നപ്പോഴാണ് അന്യഭാഷ പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആത്മാവ് വരുമ്പോഴൊക്കെ എന്തുണ്ടാകണം? അന്യഭാഷ ഉണ്ടാകണം. ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിൽ ഏതാണ്ട് 15ഓളം സ്ഥലത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതായിട്ട് നാം കാണുന്നു. ആത്മനിറവ് ലഭിച്ചതായിട്ട് 15ഓളം ഭാഗത്ത് നാം കാണുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ഈ 15 സ്ഥലത്ത് ആത്മനിറവ് ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ കേവലം ഒരേ ഒരു സ്ഥലത്തെ അന്യഭാഷ സംസാരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ സംസാരിച്ചു എന്ന് നാം കാണുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആത്മനിറവിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആത്മാഭിഷേകത്തിന്റെ അല്ലെങ്കിൽ ആത്മനിറവിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷയാണെങ്കിൽ ആത്മനിറവുണ്ടായ എല്ലായിടത്തും എന്തു വേണമായിരുന്നു? അന്യഭാഷ വേണമായി. അതുകൊണ്ട് നാം ദൈവവചനം നമ്മുടെ കയ്യിലുള്ളപ്പോൾ വഴിതെറ്റി പോകാനായിട്ട് ആവശ്യമില്ല. ദൈവം നമുക്ക് തന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ നമ്മെ സകല സത്യത്തിലും വഴി നടത്താനായിട്ടുള്ളത് കൊണ്ട് നമുക്ക് അഭിഷേകം, ആത്മനിറവ്, അല്ലെങ്കിൽ ആത്മസ്നാനം, ആത്മ അച്ചാരം, ആത്മമുദ്ര, അധിവാസം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായും വ്യക്തമായും നമുക്ക് അറിയാനായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള അനുകൂലമായ സാവകാശമുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ചേർത്തൊന്ന് പറയട്ടെ. കൊരിന്ത്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 8, 9, 10 വാക്യങ്ങളൊന്ന് വായിക്കാം. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അംശമായത് എന്തൊക്കെയാണ്? പ്രവചനവരം, ഭാഷാവരം, ജ്ഞാനവരം. പ്രവചനവരം, ഭാഷാവരം, ജ്ഞാനവരം, ഇത് 3മാണ് അംശമായത്. എന്നാൽ പൂർണ്ണമായതോ? എന്താ പൂർണ്ണമായത്? പൂർണ്ണമായത് ദൈവത്തിന്റെ വചനം. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന പൂർണ്ണത വന്നപ്പോൾ അംശമായതെല്ലാം നീങ്ങിപ്പോയി. പ്രവചനവരം നീങ്ങിപ്പോയി, ഭാഷാവരം നീങ്ങിപ്പോയി, ജ്ഞാനവരം നീങ്ങിപ്പോയി. ഇന്ന് അതുകൊണ്ട് പ്രവചനവരം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ, ഭാഷാവരമുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ, ജ്ഞാനവരമുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയൊന്നില്ല എന്ന് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ധൈര്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും.
ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ അവിടെ പറയട്ടെ. അവിടെ 2 സെറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് 2 സെറ്റ് എന്ന് ഞാൻ പറഞ്ഞത്? പൂർണ്ണമായതിനെ നടുവിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ ഇടതുവശത്ത് 3 കാര്യങ്ങൾ, വലതുവശത്ത് 3 കാര്യങ്ങൾ. അതായത് നിന്നുപോയ 3 കാര്യങ്ങൾ, നിലനിൽക്കുന്ന 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ് നിന്നുപോയത്? പ്രവചനവരം, ഭാഷാവരം, ജ്ഞാനവരം. ഇനി ഏതൊക്കെയാണ് നിലനിൽക്കുന്നത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതെവിടെയാ? 13-ാം വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പൊ എന്താ മനസ്സിലായത്? 3 കാര്യങ്ങൾ അവസാനിച്ചു, 3 കാര്യങ്ങൾ വീണ്ടും തുടരുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ പൂർണ്ണമായത് എന്ന് പറയുന്നത്, ചില സ്നേഹിതന്മാര് ഈ പൂർണ്ണമായത് യേശുക്രിസ്തുവിന്റെ വരവാണെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, യേശുക്രിസ്തുവിന്റെ വരവാണെന്ന് നമുക്ക് വാദത്തിന് വേണ്ടി അങ്ങ് സമ്മതിച്ചേക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തു വന്നു കഴിഞ്ഞിട്ട് പിന്നെ വിശ്വാസത്തിന് എന്താണ് നിലനിൽപ്പ്? യേശുക്രിസ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയ്ക്ക് എന്താ നിലനിൽപ്പ്? യേശുക്രിസ്തു വരുന്നത് വരെയാണ് വിശ്വാസവും പ്രത്യാശയും ആവശ്യമുള്ളൂ. യേശുക്രിസ്തു വന്നു കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ ആവശ്യമില്ല, പ്രത്യാശയുടെ ആവശ്യമില്ല. എന്നാൽ സ്നേഹം അന്നും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് പൂർണ്ണമായത് എന്ന് പറയുന്നത് ദൈവവചനമാണെന്ന് എടുക്കുന്നതാണ് ഏറ്റവും ക്ഷേമം. ഈ ആലോചനകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കരുതട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.